റേറ്റിംഗിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ലൈവ് വ്യൂവിലുമൊക്കെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു സീസണാണ്. അതുകൊണ്ട് പ്രേക്ഷകർ ഇത്രയധികം സ്വീകരിച്ച ഒരു സീസണില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് സന്തോഷം. അഭിമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ടെലിവിഷന് അപ്രാപ്യമാണെന്ന് പലരും കരുതുമ്പോഴും ഇത്രയും വലിയൊരു ഷോ കഴിഞ്ഞ 6 സീസണായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ ഒരു 3 ജനറേഷൻ ഒരുമിച്ച് ഒരു സ്വീകരണ മുറിയിലിരുന്ന് കാണുമ്പോഴുള്ള ഒരുപാട് മാറ്റങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് മാറ്റങ്ങൾ സീസൺ 1 മുതൽ ഈ സീസണിലും കൊണ്ടുവരാൻ പറ്റിയെന്ന് അഭിമാനം ഉണ്ട്. പിന്നീട് ഈ സീസൺ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി പിടിച്ചു. അതായത് അതിൻ്റെ മാർക്കറ്റിങ്ങിലായാലും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളായാലും CID രാംദാസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി പിടിക്കാൻ ഏട്ടൻ ഫോണ്ട് ആയാലും സിനിമാ കഥയായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് പവർ റൂം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി പിടിക്കാൻ പറ്റിയതിൽ ഒരുപാട് ചാരിതാർത്ഥ്യവും അഭിമാനവും ഉണ്ട്. സങ്കടമുണ്ട്. ലാലേട്ടൻ നടന്നു വരുമ്പോൾ നിങ്ങൾ ഉയർത്താൻ പോകുന്ന ആരവം അടുത്ത ആഴ്ച ഉണ്ടാവില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട്. ലാലേട്ടൻ നമ്മളുടെയൊക്കെ വീട്ടിലേക്ക് അടുത്ത ശനിയും ഞായറും വരില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് ബിഗ് ബോസിന്റെ പ്രസംഗത്തിൽ ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഏഷ്യാന്റെ കുടുംബാംഗമായ ലാലേട്ടനോടാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. കാരണം ഞങ്ങൾക്കൊക്കെ ഊർജവും സ്നേഹവും കരുതലും ചേർത്ത് പിടിക്കലും ഒക്കെ തരുന്ന ലാലേട്ടനാണ് ഈ ഷോയുടെ എന്താ പറയുക പിവട്ട് എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. എല്ലാ ആഴ്ചയും ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ആ തരുന്ന ഒരു പ്രചോദനം. എനിക്ക് നന്ദി പറയാനുള്ളത്, നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായി കളിച്ചതുകൊണ്ടാണ് ഈ സീസൺ ഇത്രയും നന്നായി പോയത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ കോടിക്കണക്കിനുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകരോടാണ്. എനിക്ക് ചിലപ്പോൾ ലണ്ടനിൽ നിന്നും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എന്താണ് അങ്ങനെ ചെയ്തത്. അത്രയധികം ഞങ്ങളെ സ്നേഹിക്കുകയും ശാസിക്കുകയും പരിഭവിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്രയും മികച്ച പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഇതുപോലൊരു ഷോ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഞങ്ങൾക്ക് അവരോട് തീർച്ചയായിട്ടും അഗൈതമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ലാസ്റ്റ്ലി, ഏതൊരു ഷോയും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു മലയാളം ടെലിവിഷന് അപ്രാപ്യമായ ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഷോ, ഇത്രയും ചെലവും എല്ലാം ഉള്ള ഒരു വലിയൊരു ഷോയിനെ നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സ്പോൺസേഴ്സാണ്. ഈ സീസണിലെ എല്ലാ ഏഷ്യാനെറ്റ് കുടുംബാംഗം കൂടിയായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഡോക്ടർ റോയ് CJ ആണ്. Roy sir, I cordially invite you to stage. നമ്മളോടൊപ്പം എപ്പോഴുമുള്ള ഒരാളാണ് റോയ് സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. 2 വാക്ക്. ലാലാട്ടെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ ഏഷ്യാനെറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകരും, ഐ നോ ദാറ്റ് വേൾഡ് വൈഡ് ദി വാച്ച് ദിസ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഏഷ്യാനെറ്റ് ഇപ്പോൾ 16 കൊല്ലമായി അസോസിയേഷൻ തുടങ്ങിയത് നമ്മുടെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലൂടെയാണ്. ഇപ്പോൾ ഇത് 6th സീസണാണ് ബിഗ് ബോസ്. അപ്പോൾ ഭയങ്കര ഒരു അഭിമാനമുണ്ട്. അപ്പോൾ ഈ 16 കൊല്ലമായിട്ട് കൂടെ ഒരു ചേട്ടൻ്റെ പോലെയാണ്. പിന്നെ ലോട്ട് ഓഫ് മോട്ടിവേഷൻ, ലോട്ട് ഓഫ് ലേണിംഗ്, ലോട്ട് ഓഫ് you are a Bhishma Pitama. I believe I'm talking from your achievement. ലാലേട്ടനെ പറ്റി നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ എവിടെ പോയിട്ട് സംസാരിച്ചാലും, മൊറോക്കോയിൽ പോയി സംസാരിച്ചാലും ലാലേട്ടന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ബിഗ് സ്റ്റാർ ഈ ലോകം മുഴുവൻ അറിയും. അപ്പോൾ ലാലേട്ടൻ, യു ആർ എ ഹിസ്റ്ററി. യു ക്രിയേറ്റഡ് സച്ച് എ ഗ്രേറ്റ് ഹിസ്റ്ററി. അത് നമുക്ക് എല്ലാ മലയാളികൾക്കും ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനമാണത്. അപ്പോൾ എനിക്കത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അതിൽ. പിന്നെ കിഷൻജി, നമ്മുടെ ഏഷ്യാനെറ്റിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ബീൻ ഡൂയിങ് എൻ അമേസിങ് വർക്ക്. മാധവൻജി എന്നില്ല, പിന്നെ എല്ലാ ഏഷ്യാനെറ്റ് ടീമിനോടും, പിന്നെ നമ്മുടെ അർജുനും ജിൻഡോം, യു ഹാവ് ഡൺ എക്സ്ട്രീംലി വെൽ ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദ ബെസ്റ്റ് വിൽ വിൻ ടുഡേ. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ പാർട്ടിസിപ്പൻസും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്മോൾ ഡിഫറൻസ് വിച്ച് മേക്ക്
and helping us to give this gift on their behalf. And thanks to each one of you, and have a nice evening. Bye-bye. അടുത്തായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മളുടെ മെയിൻ സ്പോൺസേഴ്സ് ആയിട്ടുള്ള സ്കീ ഐസ്ക്രീമിന്റെ ഡയറക്ടേഴ്സ് ജോ ഫ്രാൻസിസ് ആൻഡ് ജോൺ ഫ്രാൻസിസ്. വളരെ സംഘർഷം ഉണ്ടായ ഒരു സീസണെ തണുപ്പിച്ചത് ഇവരാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് us. If you could say a few words. Thank you. I'll save the rest for the end. എനിക്ക് ഒരാളെ കൂടി വിളിക്കാനുണ്ട്. നമ്മളുടെ ഈ ഫിനാലേക്ക് മാറ്റുകൂട്ടിയ അനീഷ് സിയാർ മൈജിയുടെ ഓക്കെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാത്തിരിപ്പിന്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. പ്രേക്ഷകരായ നിങ്ങൾ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നറിയാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണെന്നറിയാം. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. 29.2% രണ്ട് പേർക്കും. ഇനിയുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയമാണ്. ആരായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ 6 വിജയി എന്നറിയാനുള്ള സമയമാണ്. ആരാണ് വിജയിക്കുന്നത് അയാളുടെ കൈയായിരിക്കും ഞാൻ പൊക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും വലിയ ടെൻഷന്റെ സമയമാണ്. ഇത് പൊക്കണം, ഇത് താക്കണം. നോക്കാം, എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ അല്ലേ. നമ്മുടെ വിജയങ്ങൾക്ക് എല്ലാം പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ടുപേരുമാണ്. പക്ഷേ രണ്ടുപേരും വിജയിച്ചു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. Big Boss Season 6, the winner is, come on. Jindo. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. ഇതിൽ എനിക്ക് വാക്കുകൾ വന്നില്ല. എൻ്റെ വീട്ടിലൊക്കെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുന്ന സമയത്ത് എൻ്റെ അമ്മ പറയായിരുന്നു ഇപ്പോഴും, മോൻ തളരരുത്, മോൻ ബോഡിൻ്റെ വിളക്കാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ നാടിൻ്റെ വിളക്കായി. അതിനെനിക്ക് സന്തോഷിക്കാം.
കാരണം നിങ്ങളാണ് എന്നോട് വരെ എത്തിച്ചത്. എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവർക്കും. കാരണം അവരില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ഏഷ്യനെട്ടോടും പ്രത്യേകിച്ച് ലാലേട്ട എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത. അർജുൻ, എന്താണ് പറയാൻ തോന്നുന്നത്? ആക്ച്വലി ഐ ആം വെരി ബ്ലെസ്ഡ് ആക്ച്വലി. ലൈക്ക് എനിക്കിപ്പോ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇതെന്റെ ലൈഫിന്റെ ഒരു ബിഗിനിങ് ആയിരിക്കും. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അടുത്ത കൊല്ലം അർജുൻ എന്ന വ്യക്തി ഇതിലും വലിയൊരു സംഭവമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പൊ വിന്നിങ് ഓർ ലൂസിങ് അതൊരു ഗെയിമിന്റെ പാർട്ടാണ്. എന്നെ ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഞാൻ എന്നും അവരിൽ നിന്നും കടപ്പെട്ടിരിക്കും. കൺഗ്രാജുലേഷൻ ജിൻഡോ ചേട്ടൻ. ഈസ് എ ഗുഡ് ഗെയിമർ ആക്ച്വലി. സോ പുള്ളി വെൽ ഡിസേർവ്ഡ് ആണ്. ആൻഡ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ എത്തിച്ച എല്ലാവർക്കും നന്ദി. ഇനി എന്നും നന്ദി. അർജുൻ ലാലേട്ട, അല്ല, അർജുൻ റണ്ണറപ്പ് ആയെങ്കിലും അർജുൻ ഒരു സർപ്രൈസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ ബിഗ് ബോസ് ഷോയിൽ ഒരു ഓഡീഷൻ നടത്തിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അർജുനെ തീർച്ചയായിട്ടും അടുത്ത ജിത്തു ജോസഫിന്റെ സിനിമയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി ഓഡീഷൻ നടത്തിയ ആൾക്കാരിൽ നിന്ന് ഒരാളെ ഞാൻ അഭിനയിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലേക്ക് എടുക്കും. ഒരാളോ അതിൽ കൂടുതലാകും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഞങ്ങൾ കൺസിഡർ ചെയ്യും. ഡോണ്ട് വറി. ഇനി നമുക്ക് ഫസ്റ്റ് റണ്ണറപ്പിനുള്ള ട്രോഫിയാണ്. പ്ലീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ മൈജി ഫ്യൂച്ചറിന്റെ ഒരു സ്നേഹ സമ്മാനം കൂടി. വിന്നറിന്റെ പ്രൈസ് മണി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ റോയ് സാർ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. പക്ഷേ 6 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. ഞാൻ ഓഫ്കോഴ്സ് അദ്ദേഹം 16 വർഷമായി. തീർച്ചയായിട്ടും ഈ ഷോയുടെ ഒരു വലിയ സപ്പോർട്ടറാണ് റോയ് സാർ. താങ്ക് യു വെരി മച്ച്. കാര്യം എത്രയോ പേർക്ക് കഴിഞ്ഞ 6 സീസണിൽ 50 ലക്ഷം രൂപ ഫ്ലാറ്റായിരുന്നു, അതിപ്പം 50 ലക്ഷം രൂപയായിട്ട് മാറിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച് ഫോർ ഇത്തരം ഷോകൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വേണം. താങ്ക് യു മൈജി. താങ്ക് യു സ്കി ഐസ്ക്രീം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വിന്നറിനുള്ള 50 ലാക്സിൻ്റെ പ്രൈസ് മണി റോയ് സാർ കൊടുക്കുന്നതായിരിക്കും ജിൻഡോയ്ക്ക്. മൈജിയുടെ ഒരു ഗിഫ്റ്റ് ജിൻഡോയ്ക്ക്. ഇരിക്കുന്ന നിമിഷം ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നറിനുള്ള ട്രോഫിയാണ്. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ, ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ ആവുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 100 ദിവസം നീണ്ടുന്ന ജൈത്ര യാത്ര ഇന്നിവിടെ കഴിയുകയാണ്. ഈ 100 ദിവസങ്ങൾ ബിഗ് ബോസ് സീസൺ 6നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ 1000 നന്ദി. നമുക്കിനിയും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ജിൻഡോ. ആദി